എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഒരു ബീട്രൂട്ട് റൈത്ത. അപ്പോൾ നമ്മൾ പീനട്ട് റൈത്ത ഒക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബീട്രൂട്ട് റൈത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. രണ്ടും ഹെൽത്തി തന്നെയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാം. ബിരിയാണി, പുലാവ് അങ്ങനത്തെ ഐറ്റംസിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാം, കുഴപ്പമില്ല. ഒരു നേരമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കൊണ്ട് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് ഹെൽത്തി റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. ഈ ബീട്രൂട്ട് റൈത്തകളുടെ പിക്ചേഴ്സ് കാണുമ്പോൾ പലതിലും പല കളർ കാണുന്നുണ്ടാവും. ചിലതിനൊരു പിങ്ക് ഒരു കളറിലേക്ക് വരും, ചിലത് നന്നായിട്ട് ഡാർക്ക് ആയിട്ടുള്ളൊരു കളർ, അങ്ങനെയും രണ്ട് രീതിയിലുണ്ടാവും. അപ്പോൾ അത് ഒരെണ്ണം വേവിച്ചിട്ട് ചെയ്യുമ്പോഴും ഒരെണ്ണം വേവിക്കാതെ ചെയ്യുമ്പോഴുള്ള ഇതാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് എപ്പോഴും വേവിച്ചിട്ടാണ്. കുറച്ച് നേരം കൂടുതൽ ഇരിക്കുക വേവിച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ വേവിച്ചിട്ട് ചെയ്യാൻ പോകുന്നത് രണ്ട് രീതിയിൽ, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. കടുക്, കുറച്ച് നല്ല ജീരകം, ഒരു 1/2 ടീസ്പൂണാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ 2-3 വറ്റൽമുളക്, 2 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്, കറിവേപ്പില, സോൾട്ട്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം വരുന്ന ഒരു ബീട്രൂട്ട്. അത് പീൽ ചെയ്ത് കട്ട് ചെയ്ത്, അതായത് ക്യൂബ്സ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ പീനട്ടാണ്. പീനട്ട് റോസ്റ്റ് ചെയ്തതാണ് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റോസ്റ്റ് ചെയ്തിട്ടല്ലാണ്ട് ക്രഷ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ നമുക്ക് ഒന്നുകൂടി റോസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ ഏത് ഓയിലായാലും കുഴപ്പമില്ല. വളരെ കുറച്ച് ഓയിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് യോഗർട്ട് അല്ലെങ്കിൽ നമുക്ക് പുളി അധികം ഇല്ലാത്ത തൈര് ഉപയോഗിക്കാം. 2 കപ്പാണ് ഞാനിവിടെ തൈര് എടുത്തു വെച്ചിരിക്കുന്നത്. സ്വല്പം വെള്ളം വേണം, നമുക്ക് ബീട്രൂട്ട് വേവിക്കാനുള്ള വെള്ളം. അരച്ചെടുക്കുമ്പോൾ പിന്നെ ആ വെള്ളത്തോട് കൂടി നമുക്ക് അരച്ചെടുക്കാം. 1 ഗ്ലാസ് നിറച്ച് ഞാൻ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കാം. ഇതിലേക്ക് ബീട്രൂട്ട് ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തു. കുറച്ച് വെള്ളമുണ്ട്, ഈ വെള്ളം കൂട്ടിയിട്ടാണ് അരച്ചെടുക്കാം നമുക്ക് കേട്ടോ. തൈര് എടുത്തു വെച്ചത് നന്നായി ഒന്ന് വിസ്ക് ചെയ്തെടുക്കണം. നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ആവുന്ന വരെ. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. സോൾട്ട് ഒരു 3/4 ടീസ്പൂണാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, അത് ആഡ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്തിരി പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ യോഗർട്ട് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പുളിയില്ലാത്ത തൈരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ബീട്രൂട്ടിൽ ചെറിയ മധുരമൊക്കെ ഉള്ള കാരണം അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അരച്ചെടുക്കും. അപ്പോൾ ഇത് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ കപ്പിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് സ്വല്പം വെള്ളം ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് സ്മൂത്തായിട്ട് ഇത് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ അരച്ചിട്ട് ഇങ്ങനെ ചേർക്കുക ചെയ്താൽ ഇത് വേവിച്ച് അരച്ച് ചേർത്തു. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ബീട്രൂട്ട് നേരിട്ട് ഗ്രേറ്റ് ചെയ്തിടാം, പച്ചയ്ക്ക് ഇടാം കേട്ടോ. അപ്പം അതാണ് ഒന്നുകൂടി ഹെൽത്തി, പക്ഷെ ടേസ്റ്റ് കൂടുതൽ ഇതാണ്. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏത് ഓയിലായാലും കുഴപ്പമില്ല. കടുക്, ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ വേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ആഡ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, റൈത്തയിലേക്ക്.
അപ്പോൾ ഈ കപ്പലണ്ടി ആഡ് ചെയ്യുന്നത് ഒരു മസ്റ്റല്ല, പക്ഷെ വളരെ ടേസ്റ്റാണ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലണ്ടിയിൽ ആഡ് ചെയ്യും. പിന്നെ വേറൊരു സംഭവം, ഇത് നിങ്ങൾക്ക് സാലഡ് പോലെ അല്ലെങ്കിൽ ഒരു നേരം കഴിക്കാനുള്ള ഒരു അങ്ങനത്തെ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന സംഗതികളാണ് കുക്കുംബർ, ക്യാരറ്റ്, ടൊമാറ്റോ, അതുപോലെ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങൾ റോ ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ഹെൽത്തി. പിന്നെ മല്ലിയില അതൊക്കെ ഗാർണിഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഇപ്പം ഇത് വളരെ ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചോറിൻ്റെ കൂടിയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബിരിയാണീൻ്റെ കൂടിയൊക്കെ സൈഡ് ഡിഷായിട്ട് സൂപ്പറായിരിക്കും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡിഷ് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അടുത്താണ് ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. ബൈ.